ഉണ്ട്. മനാഫ് നമ്മോടൊപ്പം എന്തായാലും ചേരുകയാണ്. മനാഫെ, നമുക്കിപ്പോൾ ഒരു ജാക്കി ലഭിച്ചിരിക്കുന്നു. അത് നമ്മുടെ വാഹനത്തിനെ തന്നെയാണ്? അതെ, അത് നമ്മളെ തന്നെ ജാക്കി നമ്മളതാണ്. വേറെ രണ്ട് പാർട്സ് കിട്ടി. അത് രണ്ടും ടാങ്കറാ. അപ്പൊ നമുക്ക് ലോറി ഇവിടെ ഈ ഭാഗത്ത് ഉണ്ടെന്ന് സന്തോഷായി. ഇപ്പൊ ഓക്കെ രേണുക, ഇത് തന്നെയാണ് വലിയ പ്രതീക്ഷ തന്നെയാണ് ഇപ്പോൾ വരുന്നത്. ഇപ്പോൾ രണ്ടാമത് കിട്ടിയ ഭാഗം കൂടി അത് അർജുൻ ഓടിച്ച വാഹനത്തിന്റെയാണെന്ന് ഉടമ തന്നെ സ്ഥിരീകരിക്കുന്ന സാഹചര്യമുണ്ട്. ആ ദൃശ്യങ്ങൾ നമുക്ക് ഒരിക്കൽ കൂടി ദൃശ്യം കാണാൻ തോന്നുന്നത് നമുക്ക് കൃത്യമായി കാണാം. ഇത്രയും വസ്തുക്കൾ ഇന്നത്തെ ഒരു തെരച്ചിലിൽ അരമണിക്കൂർ മാത്രമുള്ള ഒരു തെരച്ചിലിൽ കിട്ടി എന്നതാണ് ഏറ്റവും പ്രധാനം. ദൃശ്യങ്ങൾ കൃത്യമായി നമുക്ക് കാണാം. ഇതെല്ലാം ഈ വാഹനത്തിനാണെന്ന് ഉടമ മനാഫ് സ്ഥിരീകരിച്ചിരിക്കുന്നു. എന്തായാലും ലോറിക്ക് അരികിലേക്ക് ഈ രക്ഷാ ദൗത്യ സംഘം എത്തുന്നു എന്ന് വേണം നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ, ഇതിൽ നിന്നും പറയാൻ. എന്തായാലും ഈ ഭാരത് ബെൻസ് ലോറിയുടെ വസ്തുക്കളാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന. ഈ ദൃശ്യങ്ങളിൽ കാണുന്ന മുഴുവൻ വസ്തുക്കളും ജാക്കി ഉൾപ്പെടെയുള്ള വസ്തുക്കൾ അത് ചെറിയ സമയം കൊണ്ടുള്ള തെരച്ചിൽ കണ്ടെത്തിയതാണ്. അങ്ങനെയാണെങ്കിൽ നാളെ വിപുലമായ തെരച്ചിൽ, ആ തെരച്ചിൽ ഇപ്പോൾ ഈ ജാക്കി ഉൾപ്പെടെ കിട്ടിയ ആ മേഖലകൾ കേന്ദ്രീകരിച്ചായിരിക്കും. അങ്ങനെയെങ്കിൽ ഈ വാഹനത്തിനരികിലെത്താൻ വളരെ പെട്ടെന്ന് തന്നെ ആകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നതും. എന്തായാലും നിർണായക വിവരങ്ങളാണ് ഷിരൂരിൽ നിന്ന് ലഭിക്കുന്നത്. ഗംഗാവലിയിൽ 2 നോട്ട്സായി ഒഴുക്ക് കുറഞ്ഞതിനെ തുടർന്നാണ് ഇന്ന് ഈശ്വർ മാൽപേയും സംഘവും അവിടെ തെരച്ചിൽ നടത്തിയത്. വെറും അരമണിക്കൂർ മാത്രം നീളുന്ന തെരച്ചിലിൽ വാഹനത്തിന്റെ ഭാഗങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു എന്ന നിർണായക വിവരമാണ് ഷിരൂരിൽ നിന്ന് വരുന്നത്. ട്രക്കിന്റെ ജാക്കിയുടെ ഭാഗവും മറ്റ് ചില ഭാഗങ്ങളുമാണ് കണ്ടെടുത്തിരിക്കുന്നത്. ഇത് അർജുൻ ഓടിച്ച വാഹനത്തിന്റേത് എന്ന് ഉടമ സ്ഥിരീകരിക്കുന്ന സാഹചര്യം കൂടി ഉണ്ട്. മനാഫ് ആ സ്ഥലത്ത് തന്നെയുണ്ട്. മനാഫ് ഈ സാധനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. അത് ബെൻസ് വാഹനത്തിലെ, അർജുൻ ഓടിച്ചിരുന്ന ബെൻസ് വാഹനത്തിലെ തന്നെയാണ് എന്ന് മനാഫ് സ്ഥിരീകരിച്ചിരിക്കുന്നു. നിർണായക നിമിഷങ്ങളാണ്. 29 ദിവസം കഴിഞ്ഞിരിക്കുന്നു ആ ട്രക്കും അർജുനും കാണാമറയത്തായിട്ട്. അവിടെ നടത്തിയ തെരച്ചിലാണ് ഇപ്പോൾ വാഹനത്തിന്റെ ഭാഗങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത്. ഈശ്വർ മാൽപേയും സംഘവും നടത്തിയ തെരച്ചിലാണ് ഇപ്പോൾ അത് കണ്ടെത്തിയിരിക്കുന്നത്. വെറും അരമണിക്കൂർ മാത്രമാണ് ഈശ്വർ മാൽപേയ്ക്ക് ഇന്ന് തെരച്ചിൽ നടത്താനായിരിക്കുന്നത്. ഇപ്പോൾ തെരച്ചിൽ ഇന്നത്തേത് അവസാനിപ്പിച്ചിരിക്കുന്നു എന്നതിന്റെ സൂചനകളാണ് അവിടെ നിന്ന് ലഭിക്കുന്നത്. നാളെ പൂർണ്ണതോതിൽ അവിടെ തെരച്ചിലുണ്ട്. NDRFന്റെയും മറ്റും നേതൃത്വത്തിൽ നാളെ പൂർണ്ണതോതിൽ തെരച്ചിൽ നടക്കും എന്ന് അറിയിച്ചിട്ടുണ്ട്. അത് വലിയ പ്രതീക്ഷ നൽകുന്നതാണ്. അതിനു മുൻപ് നടത്തിയ തെരച്ചിലിൽ തന്നെ വാഹനത്തിന്റെ ഭാഗങ്ങൾ കണ്ടെത്താനായതുകൊണ്ട് തന്നെ നാളത്തെ തെരച്ചിൽ വളരെ പ്രധാനപ്പെട്ടതാകുന്നു. ഒരുപക്ഷെ നാളെ ലോറി കണ്ടെത്താൻ കഴിയുമെന്ന പ്രതീക്ഷ അത് നൽകുകയാണ്.